പ്രവാചകന്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരുന്ന ആ നിമിഷത്തിലാണ് സ്നേഹത്തിന്റെയും ഉറപ്പിന്റെയും ആഴമേറിയ വാക്കുകൾ അവതരിക്കുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ രക്ഷിതാവ് നിങ്ങെ കൈവിട്ടിട്ടുമില്ല, വെറുത്തിട്ടുമില്ല എന്ന്. ഒന്ന് നിർത്തി ഈ വാചകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എത്ര മനോഹരമായ, എത്ര ആർദ്രമായ വാക്കുകളാണിത്. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, ഇതൊരാലിംഗനമാണ്. വേദനിക്കുന്നൊരു ഹൃദയത്തെ ചേർത്ത് പിടിച്ച്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ. അല്ലാഹുവിനു വേണമെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ലളിതമായി പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. മാ വദ്ദഅക എന്നാൽ കൈവിട്ടിട്ടില്ല എന്നർത്ഥം വരുന്ന ആ വാക്ക് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, ഞാൻ നിന്നോട് യാത്ര പറഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല. തുടർന്ന് പറയുന്നു, വമാ ഖലാ എന്നാൽ വെറുത്തിട്ടുമില്ല. ഇത് നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്തുവെച്ചു നോക്കൂ. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ദുആകൾക്ക് ഉത്തരം വൈകുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ ചിന്ത വരാറില്ലേ? എന്റെ റബ്ബെന്നെ കേൾക്കുന്നില്ലേ? അവനെന്നെ മറന്നുവോ? എന്റെ പാപങ്ങൾ കാരണം അവനെന്നെ വെറുത്തുവോ എന്ന്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ആയത്ത്. ഇല്ല, അല്ലാഹു നിങ്ങളെ കൈവിട്ടിട്ടില്ല, അവൻ നിങ്ങളെ വെറുത്തിട്ടുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ നിങ്ങളെ കേൾക്കുന്നില്ല എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ നിങ്ങളെ വെറുത്തു എന്നുമല്ല. ചിലപ്പോൾ ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് അവൻ ആവശ്യപ്പെടുന്നതെല്ലാം നൽകാറില്ല. കാരണം ആ കുഞ്ഞിനേക്കാൾ നന്നായി ആ ഉമ്മക്കറിയാം അവൻ എന്താണ് നല്ലതെന്ന്.